962 മീറ്റർ നീളവും 10 മീറ്റർ ഉയരവും 14 മീറ്റർ വീതിയുമാണ് തുരങ്കപാതയ്ക്കുള്ളത്. 7 മീറ്റർ ഉയരം തുരങ്കത്തിനുണ്ട്. 3 മീറ്റർ കൂടി താഴേക്ക് പൊട്ടിച്ചു നീക്കി ഉയരം 10 മീറ്റർ ആക്കിയ ശേഷം പാതയുടെ നിർമ്മാണം ആരംഭിക്കും. രണ്ട് തുരങ്കങ്ങൾ തമ്മിൽ 20 മീറ്റർ അകലമാണുള്ളത്. 300 മീറ്റർ ദൂരത്തിൽ തുരങ്കങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ഇടപ്പാതയും നിർമ്മിക്കും. മുഴുവൻ ജോലികളും പൂർത്തിയാക്കി ഈ വർഷം തന്നെ ഗതാഗതം തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. ഇടയ്ക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. വരാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3-4 മാസം കൊണ്ട് ഈ വർക്ക് തീർത്ത് ആഗസ്റ്റ് മാസത്തിൽ ആ സൈഡിലുള്ള വണ്ടി ഓടും. നവംബർ ഡിസംബറിൽ ഈ സൈഡിലുള്ള വണ്ടി ഓടിയിരിക്കും. തുരങ്ക നിർമ്മാണ സമയത്ത് കേടുപാടുകൾ സംഭവിച്ച പ്രദേശവാസികൾക്കുള്ള നഷ്ടപരിഹാരം ഉടൻ നൽകാൻ തീരുമാനമായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 262ഓളം പേരുടെ കണക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതനുസരിച്ച് 3,40,00,000 രൂപയാണ് നഷ്ടപരിഹാരം ഇപ്പോൾ വിധിച്ചിട്ടുള്ളത്. 3 കോടി രൂപ കമ്പനി ഇപ്പോൾ അടച്ചിട്ടുണ്ട്. 40 ലക്ഷം കൂടി അടിയന്തരമായി അടയ്ക്കാൻ കമ്പനിക്ക് കളക്ടർ കത്ത് കൊടുത്തിട്ടുണ്ട്. ഉടൻ അടയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുരങ്ക നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കുതിരാനിലെ ഗതാഗത സ്തംഭനത്തിന് ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. റിപ്പോർട്ടർ, തൃശൂർ.